ഭാരവാഹികളെ, ISMന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കാസർഗോട്ട് നടക്കുന്ന ഈ മഹാസംഗമം ചരിത്രത്തിലെ ഒരു വലിയ സംഭവമായി മാറി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 1980 മുതൽ ഈ പ്രദേശവുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 1979 പുളിക്കൽ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും MSMന്റെ പ്രതിനിധിയായി ചെറിയ ചെറിയ പ്രസംഗങ്ങൾ ചെയ്യാൻ ഞാൻ വന്നിരുന്നു. കണ്ണൂരിൽ നിന്ന് പിന്നെ ചിലപ്പോഴൊക്കെ അതിർത്തി പ്രദേശമായ കാലിക്കടവും, പിന്നെ അങ്ങോട്ട് 80 മുതൽ കാസർഗോട്ടും പട്ളയിലും ചട്ടഞ്ചാലും ഈ ഏരിയയിലൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ വരവിലും കൂടുതൽ ഉന്മേഷവും കൂടുതൽ ഉത്തേജനവും കൂടുതൽ ആവേശവും ലഭിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് ഇവിടെ. അന്ന് മുതൽ നമ്മോട് കൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് മൊഹീദ്ദീൻ മാഷും, ഇവിടെയുള്ള പ്രായമായ മൊഹീദ്ദീൻ മാഷും, HA മുഹമ്മദ് മാഷും. മറ്റൊരു വ്യക്തിയായിരുന്നു SM വിദ്യാനഗർ. അദ്ദേഹം ഇവിടെ വന്നു പോയി എന്ന് പറഞ്ഞു. അൽമനാറിലൊക്കെ ലേഖനങ്ങൾ എഴുതിയിരുന്നു അദ്ദേഹം ധാരാളമായി. മറ്റൊന്ന് ഡോക്ടർ അഹമ്മദ് മൊഗ്രാൾ അവറുകളായിരുന്നു റഹിമഹുല്ല. അന്നൊക്കെ കുറച്ച് ആളുകൾ, കാസർഗോട്ടെ ആളുകളായിരുന്നു ചോദിച്ചാൽ ഇങ്ങനെ 4-5 ആളുകളെ ഓർത്താൽ നമുക്ക് ഓർക്കാൻ കഴിയും. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളെ പോലും നമുക്ക് ഓർക്കാൻ കഴിയാത്തത്ര എണ്ണം കൂടി വന്നിരിക്കുകയാണ്. ഈ കാസർഗോഡിന് പ്രത്യേകതയുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലം മുതൽ ഇവിടെ പ്രവർത്തനമുണ്ട് എന്നതാണ്. ഷംനാദ് സാഹിബിൻ്റെ കാലം മുതൽ, അറബി ഷംനാദ് സാഹിബിൻ്റെ കാലം മുതൽ കാസർഗോഡ് ഏരിയ കേന്ദ്രീകരിച്ച് തൗഹീദ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ആ നിലക്കുള്ള ധാരാളം പരിപാടികൾ നടന്നു. പിന്നെ ഒരു കാലഘട്ടം, ഒരു രണ്ടാം കാലഘട്ടമാണ് ഈ 1980-കൾ എന്ന് പറയുന്നത്. ഖുർആൻ ലേണിംഗ് സ്കൂൾ, ഖുർആൻ പഠന സംവിധാനത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇതൊരു 3-ാം ഘട്ടമാണെന്നാണ്. നമ്മൾ QLS ആരംഭിച്ചപ്പോൾ ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത് ഖുർആൻ പഠനത്തിൻ്റെ കേരളത്തിൻ്റെ 2-ാം ഘട്ടമാണെന്ന്. 1-ാം ഘട്ടം മർഹൂം NB അബ്ദുസ്സലാം മൗലവി അവറുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും ഖുർആൻ ക്ലാസുകൾ ആരംഭിച്ചതാണ്. ഖുർആൻ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ് എന്ന നിലക്ക് ഖുർആൻ ക്ലാസുകൾ തുടങ്ങി. അതിങ്ങനെ എവിടെയെങ്കിലും മദ്രസയിൽ, പള്ളിയിലൊക്കെ ഒരാൾ ഖുർആൻ പറഞ്ഞു കൊടുക്കും, ആളുകൾ പഠിക്കും എന്നതാണ്. അത് ഒമ്പിച്ച മാറ്റമുണ്ടാക്കി. അതിനുശേഷം KK സുല്ലമിയുടെ നേതൃത്വത്തിൽ റഹിമഹുല്ല നമ്മൾ ഖുർആൻ ലേണിംഗ് സ്കൂൾ ആരംഭിച്ചു. അത് വ്യാപൃതമായി എല്ലാ പ്രദേശങ്ങളിലുമായി ആളുകൾക്ക് ഖുർആൻ ഒരു ആവേശമായി. ഇപ്പോൾ വെളിച്ചം ഖുർആൻ മത്സര പദ്ധതി എന്നത് കോഴിക്കോട്ട് കടലുണ്ടിയിൽ നമ്മുടെ പ്രവർത്തകനായ TP ഹുസൈൻ കോയ ചെറിയ നിലക്ക് ആരംഭിച്ചതാണ് വെളിച്ചം മത്സരം. ഖുർആൻ പഠിക്കുക, അതിൽ മത്സരം, പേപ്പർ വാല്യൂ ചെയ്ത് കൊടുക്കുക, പ്രഖ്യാപിക്കുക. പിന്നെ അത് കുവൈത്തിൽ ആരംഭിച്ചു. ഖുർആൻ മുസാബക്ക എന്ന പേരിൽ സൗദി അറേബ്യയിലെ ഇസ്ലാമിക് അഫയേഴ്സ് മിനിസ്ട്രിയുടെ അനുവാദത്തോടു കൂടി തഹ്ഫീദുൽ ഖുർആൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അവിടെ ആരംഭിച്ചു. പിന്നീട് ഇപ്പോൾ കിങ് ഖാലിദ് ഫൗണ്ടേഷൻ അതിന്റെ പ്രവർത്തനം ഏറ്റെടുത്തു. 10 വർഷത്തോളമായി അവർ നടത്തി വരുന്നു. ഖത്തറിൽ തുടങ്ങി, മസ്കത്തിൽ തുടങ്ങി, പല സ്ഥലങ്ങളിലുമായി. ഇനി ഖുർആൻ സാർവത്രികമാക്കുന്നതിന് ഇവിടെ ഈ വെളിച്ചം പദ്ധതി ISM ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഖുർആനെ കുറിച്ച് അത്ഭുതകരമായ പല കാര്യങ്ങളും നമുക്കറിയാം, പലതും നമ്മൾ കേട്ടു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ അത് ഭയപ്പാടോടുകൂടി, അത് പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ്. ഖുർആൻ ഇറങ്ങിയത് അചേതന വസ്തുവായ ഒരു പർവ്വതത്തിന്റെ മുകളിലാണെങ്കിൽ പോലും അത് പ്രകമ്പനം കൊള്ളുമാറ്, പേടിച്ചു വിറക്കുമാറ് അതിൻ്റെ ആശയ ഗാംഭീര്യം കൊണ്ടും അതിൻ്റെ ഉപദേശത്തിൻ്റെ മഹിമ കൊണ്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. ആ ഖുർആനും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആ ഖുർആൻ എന്തെങ്കിലും ഒരു പ്രതികരണം, ഒരു സ്വാധീനം
ജീവിതത്തിൽ ഉണ്ടാക്കാതെ ഖുർആനുമായി ജീവിച്ചു പോകുന്ന പരശതം ജനകോടികൾ, ആ ആളുകൾക്ക് ഖുർആൻ അത് നിങ്ങളിൽ എന്ത് സ്വാധീനമുണ്ടാക്കുന്നു എന്ന് ആലോചിപ്പിക്കാൻ ഈ പരിപാടി കൊണ്ട് സാധിക്കും. ഖുർആൻ അതേപോലെ ഉപമിച്ച മറ്റൊന്നുണ്ട്. ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ ഫഅഷ്ഫഖ്ന മിൻഹാ ഫഅമലഹ അൽ ഇൻസാനു ഇന്നഹു കാന സലൂമൻ ജഹൂല. അമാനത്ത് വ്യാപകമായ അർത്ഥത്തിൽ ഇസ്ലാമാണ്. വിശ്വസ്തത, ഏൽപ്പിച്ച സ്വത്ത്, വിശ്വസിച്ചേൽപ്പിച്ച കാര്യം എന്നൊക്കെ പറയും. വ്യാപകമായ അർത്ഥത്തിൽ ആ അമാനത്ത് സമ്പൂർണമായ ഇസ്ലാമാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളാണ്. അത് പർവ്വതങ്ങളെയും ഭൂമിയെയും അതുപോലെ ആകാശങ്ങളെയും അത് ഏൽപ്പിച്ചു, അത് വഹിക്കാൻ പറഞ്ഞു ഈ അമാനത്തിന്. എന്നാൽ അത് ഏറ്റെടുക്കാൻ അവയൊന്നും തയ്യാറായില്ല. ഏറ്റെടുക്കാൻ അത് പേടിച്ചു നിന്നു. മനുഷ്യൻ ഏറ്റെടുത്തു, നമ്മൾ ഏറ്റെടുത്തു അത്. പക്ഷേ ഇന്നഹു കാന സലൂമൻ ജഹൂല, മനുഷ്യൻ അക്രമിയും അവിവേകിയുമായി തീർന്നു എന്ന്. ഇപ്പൊ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങിയാൽ എന്തുണ്ടാകും എന്ന് പറഞ്ഞ അക്കാര്യം ഉൾക്കൊള്ളുമ്പോൾ ഈ ദീനിന്റെ ഗൗരവവും അതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ മഹത്വവും ഒക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായി വന്ന ആ മനുഷ്യൻ സലൂമും ജഹൂലുമായി പോയി എന്ന് ഖുർആൻ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഖുർആൻ പഠനത്തിനും ഗവേഷണത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോഴും ഖുർആൻ ഗവേഷണം പുതിയ കാലഘട്ടത്തിൽ പുതിയ ആവശ്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾക്ക് പുതിയ മറുപടി ആവശ്യമായി വരും. പുതിയ സാഹചര്യങ്ങൾക്ക് പുതിയ ഹുക്കുമുകൾ ആവശ്യമായി വരും. അതിനാണ് ഇജ്തിഹാദ്, ഗവേഷണം, റിസർച്ച്. അത് നിർത്തിക്കളഞ്ഞു എന്നതാണ് മുസ്ലിം ലോകത്തുണ്ടായ ഒരു വലിയ പ്രതിസന്ധി. 3-ാം നൂറ്റാണ്ടിന് ശേഷം, ഹിജ്റ 3-ാം നൂറ്റാണ്ടിന് ശേഷം മുസ്ലിം സമൂഹത്തിൽ ഇജ്തിഹാദ് പാടില്ല എന്ന് പലരും തീരുമാനിച്ചു വെച്ചപ്പോൾ പുതിയ കാലഘട്ടത്തെയും പുതിയ ലോകത്തെയും പുതിയ ആവശ്യങ്ങളെയും പുതിയ അനുഭവങ്ങളെയും തരണം ചെയ്യാൻ കഴിയാത്ത ശുഷ്കിച്ച ഒരു ഗ്രന്ഥമായും ഒരു ദീനായും ഇസ്ലാമിനെ പലർക്കും തോന്നിപ്പോയി. അവർ ഇസ്ലാമിനെ ഉപേക്ഷിച്ചു പോകാൻ കാരണമായി. എന്നാൽ അവിടെയാണ് പുതിയ ഗവേഷണത്തിലൂടെ, ഇജ്തിഹാദിലൂടെ, ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ നിയമങ്ങളെ നിർദ്ധാരണം ചെയ്ത് കൊണ്ടുവരുവാൻ മുസ്ലിം ലോകത്തിന് സാധിച്ചത്. അതിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പുതിയൊരു പ്രശ്നം, എല്ലാവരും ഖുർആൻ ഗവേഷണം നടത്തുവാനും ഖുർആൻ വ്യാഖ്യാനിക്കുവാനും ഖുർആനിനില്ലാത്ത വായനകൾ നടത്തുവാനും തുടങ്ങുന്നു എന്നതാണ്. അതും അപകടമാണ്. ഈ കഴിഞ്ഞ ഹജ്ജിൽ മിനായിൽ ദുരന്തമുണ്ടായപ്പോൾ കുറേയൊക്കെ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ഇസ്ലാമിക കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്ത് ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നു. എന്താ അദ്ദേഹത്തിന്റെ ഗവേഷണം എന്നറിയോ? ഈ ഹജ്ജ് ദുൽഹജ്ജ് 9 അറഫയിൽ നിൽക്കുക, 10 മിനായിൽ വരിക, 11, 12, 13 മിനായിൽ കല്ലെറിയുക, ഇതൊക്കെ ഒരു ചെറിയ സമയത്ത് ഒരു ചെറിയ സ്ഥലത്തായതുകൊണ്ട് നമ്മൾ ഖുർആനിലേക്ക് മടങ്ങിയാൽ മതി. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്തുൻ, ഹജ്ജ് വളരെ എണ്ണപ്പെട്ട കുറെ മാസങ്ങളിലാണ്. അപ്പോ ഈ ഒരു ദിവസം എന്നത് മാറ്റി കുറെ ദിവസങ്ങൾ കുറെ മാസങ്ങളാക്കിയാൽ മതി എന്ന് ഖുർആനിൽ ഉണ്ട് എന്ന്. അത്തരം ഗവേഷണങ്ങളല്ല നമുക്ക് ആവശ്യം. അത് വഴിവിട്ട ഗവേഷണങ്ങളാണ്. മുസ്ലിം ലോകത്ത് അങ്ങനെ വഴിവിട്ട ഗവേഷണം നടത്തുന്ന പല ആളുകളുമുണ്ട്. അതിന് അവരുടെ പ്രചോദനം ഓറിയന്റലിസ്റ്റുകളുടെ ഗവേഷണങ്ങളാണ്. ഓറിയന്റലിസം എന്നത് മുസ്ലിം ലോകത്ത് ഇസ്ലാമികമായ വിഷയങ്ങളിൽ ഗവേഷണം നടത്താൻ വേണ്ടി പാശ്ചാത്യ ലോകം ശട്ടം കെട്ടിയിട്ടുള്ള ഒരു ടീമാണ്, ഒരു വിഭാഗമാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആ ഓറിയന്റലിസ്റ്റുകൾ എഴുതി വെച്ചിട്ടുള്ള ചരിത്രങ്ങൾ, അവരെഴുതിയിട്ടുള്ള ഖുർആൻ വ്യാഖ്യാനങ്ങൾ, അവരിപ്പോഴും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള ഗ്രന്ഥങ്ങൾ, അത് ഇസ്ലാമിന് വലിയ ദോഷമുണ്ടാക്കി വെക്കും എന്ന് നമ്മൾ അറിയണം. ഖുർആനെ കുറിച്ച് ഗവേഷണം നടത്തുന്നതിന് ചില ഉസൂലുകളുണ്ട്. ഖുർആന്റെ ഗവേഷണത്തിന് ഉസൂലുകളുണ്ട്. ആ ഉസൂലുകൾ എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം, ഒന്നാമത്തത് അതാണ്. പിന്നെ ഖുർആനിനെ സഹിയായ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം, രണ്ടാമത്തത് അതാണ്. പിന്നെ ഇജ്മാ കൊണ്ട് വ്യാഖ്യാനിക്കണം,
സഹാബത്ത് ഖുർആൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്ന് കാണണം. സ്ഥിരീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകണം. ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന അറബി ഭാഷയും സാഹിത്യവും അതിൻ്റെ പ്രയോഗങ്ങളും അറിഞ്ഞിരിക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാനും ഖുർആൻ ഗവേഷണം നടത്തുന്നു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ആ ഗവേഷണത്തിന് നമ്മളില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയും ഇതൊരു പുരോഗമന പ്രസ്ഥാനമാണ്. നമ്മുടെ പുരോഗമനം എന്ന് പറയുന്നത് ദീനിന്റെ ഉസൂലുകളിൽ നിന്നുകൊണ്ടുള്ള ഒരു പുരോഗമനമാണ്. ആ പുരോഗമനം മാത്രമാണ്, ആ ശാസ്ത്രീയത മാത്രമാണ് നമ്മൾ അംഗീകരിച്ചു പോരുന്നത്. അതിന് അള്ളാഹുവിന്റെ തൗഫീഖും അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തും ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ സൂത്രങ്ങൾ കൊണ്ടും നമ്മുടെ പ്ലാനിങ് കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഒന്നുമല്ല ദീനിന്റെ പ്രചരണം. അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. നമ്മൾ കൂടിയാലോചിച്ച് തീരുമാനിച്ചെടുക്കുന്നത് ഇതാണ് നല്ലത് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. ഇതിനേക്കാൾ നല്ലതൊന്ന് മറ്റുള്ളവർക്കും കണ്ടുപിടിക്കാം, നമുക്ക് തന്നെയും ഉണ്ടാക്കാം. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഘങ്ങളും പ്രസ്ഥാനങ്ങളും സെന്ററുകളും ഒക്കെ ലോകത്തുണ്ട്. ഒന്നൊന്നിന് പൂരകമാവാം. വൈരുദ്ധ്യങ്ങളാവണമെന്നില്ല, വൈവിധ്യങ്ങളാവാം. ഇനിയിപ്പോ നമ്മൾ ഭയപ്പെടുന്നതും നമ്മൾ വിഷമിക്കുന്നതുമായ ഒരു കാര്യം, ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ ഒരാൾ മറ്റൊരാളെ വെറുക്കണം എന്ന രൂപമുണ്ടാകുന്നു. ഒരു സംഘം മറ്റൊരു സംഘത്തിനെതിരാകണം എന്ന ചിന്ത വളർത്തുന്നു. അങ്ങനെ പോകുമ്പോൾ സഹകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അകൽച്ചകളും ഉണ്ടാകുന്നു. നാം പോകേണ്ടത് നമ്മുടെ പാരമ്പര്യം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, മുസ്ലിം ഐക്യസംഘം ഉണ്ടായത് മുതൽക്കുള്ള നമ്മുടെ ചരിത്രം, നല്ല കാര്യങ്ങളിൽ എല്ലാവരോടും സഹകരിക്കുക എന്നതാണ്. നല്ല കാര്യം ഞാൻ ചെയ്യണമെന്നില്ല, എൻ്റെ സംഘടന തന്നെ ചെയ്യണമെന്നില്ല. ആര് ചെയ്താലും അത് നല്ലതാണ് എന്ന് നമ്മൾ അംഗീകരിച്ചേ മതിയാകും. മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ്. എന്നിലുണ്ടായ ഒരു തിന്മ, എൻ്റെ കൂടെയുള്ളവരുടെ ഒരു തിന്മ, അത് തിന്മയായി കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു തീരുമാനമുണ്ടായാൽ ഒരാളെയും ഒരിക്കലും നമുക്ക് തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ഞാനും എൻ്റെ ആളുകളും ചെയ്യുന്ന തിന്മ തിന്മയാണെന്നും നിങ്ങളും നിങ്ങളുടെ ആളുകളും ചെയ്യുന്ന നന്മ നന്മയാണെന്നും നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കുകയാണെങ്കിൽ മതപ്രബോധന രംഗം അല്പം കൂടി ശാന്തതയുള്ളതാവും. ഇന്ന് ഇസ്ലാം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം ഇസ്ലാമിന്റെ പേരിൽ ഭീകരത കുട്ടിവെച്ചു എന്നതാണ്. ഇസ്ലാം ഭീകരമാണ്, ഇസ്ലാം തീവ്രമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഡോക്ടർ സാക്കിർ നായിക് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക് ടെററിസം എന്ന് പറഞ്ഞാൽ തമ്മിൽ ചേർത്താൽ ചേരാത്ത രണ്ട് വാക്കുകളാണെന്നാണ്. ഹോട്ട് ഐസ് എന്ന് പറഞ്ഞാൽ, ചൂടുള്ള ഐസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം തമ്മിൽ ചേരാത്തതാണോ അതിനേക്കാൾ തമ്മിൽ ചേരാത്തതാണ് തീവ്രവാദമായ അല്ലെങ്കിൽ ഭീകരമായ ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷെ ഇത് പറഞ്ഞത് കൊണ്ട് മാത്രമാകുമോ? ഇസ്ലാം ശാന്തിയാണ്, സമാധാനമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, പരസ്പര ബഹുമാനമാണ്, വിട്ടുവീഴ്ചയാണ് എന്നൊക്കെ ഇതുപോലെ ഒരു മൈക്ക് കിട്ടിയാൽ മണിക്കൂറുകളോളം പറയാൻ നമുക്ക് സാധിക്കും, മറ്റുള്ളവർക്കും സാധിക്കും. ഒരു ചെറിയ വിഷയം വരുമ്പോൾ ഇസ്ലാം ശാന്തിയാണ്, സമാധാനമാണ്, സ്നേഹമാണ്, സൗഹാർദ്ദമാണ് എന്നത് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ അടുത്തൊരാൾ എഴുതി, അല്പം മനഃശാന്തിക്ക് വേണ്ടിയാണ് പള്ളിയിലേക്ക് പോയിരുന്നത്. പക്ഷെ പള്ളിയിലെത്തുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ മൂലം അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു എങ്കിൽ ഞാനിനി എങ്ങോട്ടാണ് പോവുക എന്ന്. അതും ഒരു പ്രശ്നമായി നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്നേഹം, സമാധാനം, സൗഹാർദ്ദം, ബഹുമാനം, വിട്ടുവീഴ്ച, കാരുണ്യം തുടങ്ങിയ കാര്യങ്ങൾ സംസാരത്തിലൂടെയല്ല, സംസാരത്തിൽ ഉണ്ടായിക്കോട്ടെ, അതിനേക്കാളേറെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ട്. അത് സാമ്പിൾ കാണിച്ചു കൊടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ സാധിക്കുക എന്നതാണ് ഒരാളുടെ വലിയ മഹത്വം. പൊതുവെ ഇന്നും പത്രത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചില വാർത്തകളിൽ കാണുന്നു, അവരുടെ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ യുവാക്കളെ പരിഗണിക്കുന്നില്ല. ഒരാൾ വളർന്നു വരുന്ന ഒരു കഴിവുള്ള ആളെ പിടിച്ചു താഴ്ത്തുന്ന രീതി ഉണ്ടാകുന്നു എന്നൊക്കെ. ശരിക്കും ദീനീ പ്രവർത്തനത്തിനുണ്ടാകേണ്ട ഗുണം ആളുകളെമ്പാടും വളർന്നു വരണം എന്നതാണ്. പ്രായാധിക്യത്തിൽ പ്രായമായ ആളുകൾ പിന്നോട്ട് പോകുമ്പോൾ ഇത് ഏറ്റെടുക്കാനുള്ള പുതിയ തലമുറ ഉണ്ടായി വരണം, പുതിയ പ്രവർത്തന ശൈലികൾ ഉണ്ടാകണം. അതിന്
കഴിവുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും സാധിക്കണം. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. ഖുർആനിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. നന്മകളെ കുറിച്ച് പറയുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കാണാം. ഖുർആനിലുണ്ടല്ലോ, വിശ്വാസികളിൽ 3 തരം ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിൽ പോരായ്മകൾ വന്നിട്ടുള്ള ആളുകൾ. മറ്റൊന്ന്, നന്മകളിൽ മുൻകടന്നു പോയിട്ടുള്ള ആളുകൾ. മറ്റൊന്ന്, ഒരു മിതമായി നിൽക്കുന്ന ആളുകൾ. ഇത് ഖുർആനിലുണ്ട്. സാബിഖും ബിൽ ഖൈറാത്ത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊക്കെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഭക്തിയുള്ള ആളുകൾ ഉണ്ടാവും, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ച ആളുകൾ ഉണ്ടാകും. ഒരു ആവറേജ് മുസ്ലിമായി ജീവിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാകും. ഇത് ദീനിലുണ്ടാകും, സംഘടനയിലും ഉണ്ടാകും. ഇതൊക്കെ അംഗീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നാണ്. റഹ്മാനായ അള്ളാഹു റഹ്മത്തായി അയച്ചിട്ടുള്ള പ്രവാചകൻ അദ്ദേഹം പറഞ്ഞൊരു ഉപദേശം ഇർഹമൂ മൻ ഫിൽ അർള് എന്നാണല്ലോ. ഭൂമിയിലുള്ള എല്ലാവരോടും കാരുണ്യം കാണിക്കുക. ആ കാരുണ്യം ജാതിയുടെയും മതത്തിൻ്റെയും സംഘടനയുടെയും ഒന്നും ഒരു ബന്ധിതമായി നിൽക്കുന്നതല്ല. അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെയും അപ്പുറത്താണ് ഇർഹമൂ മൻ ഫിൽ അർള്. ആ കാരുണ്യബോധം നമ്മുടെ ദീനീ പ്രവർത്തനത്തിനും ദുന്യവിയായ പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ടായാൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കും. പല ആളുകളും പറയും, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നന്ന്, പക്ഷെ ഞാനതല്ലല്ലോ. എന്നോടൊരു ഒരു ഒരു മുസ്ലിയാർ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ നാട്ടിലെ കുറേ ആളുകൾ നിങ്ങളുടെ പള്ളിയിൽ ഖുത്ബ കേൾക്കാൻ വരലുണ്ട്. എത്രയോ കൊല്ലങ്ങളായി. നാടിയിൽ സാധനം വാങ്ങാനൊക്കെ വെള്ളിയാഴ്ച പോകും. പല സ്ഥലത്തും കാണുക, നമ്മുടെ പള്ളികളിലെ ആളുകൾ അങ്ങനെയൊക്കെ വരും. എന്തെങ്കിലും കാരണം ജുമാ ഖുത്ബ കേൾക്കാൻ. അവർക്കൊരുപാട് ഉപകാരമുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളുടെ പള്ളിയിൽ വന്ന് ഖുത്ബ കേൾക്കാൻ. പക്ഷെ ഞാനെങ്ങനെ വരിക? ഞാനൊരു സുന്നി മൗലവിയല്ലേ, എനിക്കങ്ങനെ വന്നൂടല്ലോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് സംഘടനകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഞാനെങ്ങനെ ഇപ്പം അങ്ങോട്ട് വരിക? ഞാൻ വേറൊരു സംഘടനയുടെ ആളല്ലേ, എനിക്കെങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക? എൻ്റെ സംഘടന വേറെയല്ലേ. സംഘടന എന്ന് പറയുന്നത് ദീനീ പ്രവർത്തനത്തിനുള്ള ഭൗതികമായൊരു സംവിധാനമാണ്. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ കൂടുതൽ ചെയ്യാൻ കഴിയും 2 ആളുണ്ടെങ്കിൽ. 3 ആളുണ്ടെങ്കിൽ അതിനേക്കാൾ, 100 ആൾ, 1000 ആളുണ്ടെങ്കിൽ അതിനൊക്കെ. ഇത് തന്നെ നോക്കൂ, നമുക്കൊരു സംഘടനയും ഒരു സിസ്റ്റവും ഉള്ളത് കൊണ്ടല്ലേ ഇത് സംഘടിപ്പിക്കുന്നത്. ഇത് സംഘബോധത്തോടു കൂടിയുള്ളൊരു പ്രവർത്തനമാണ്. ഇതിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം, പരിഷ്കരണം ഉണ്ടാക്കാം, പലതും ചെയ്യാം. ഇനി ഇതിൽ കൂടെ നിൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേറൊരു ടീം ഉണ്ടാക്കാം, അതിനും വിരോധമൊന്നുമില്ല. പരസ്പരം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യാത്ത ഒരു നിലവാരം ഉണ്ടായാൽ മതി. ഖുർആന്റെ പ്രചരണം പ്രചരിപ്പിക്കട്ടെ. നമ്മൾ പറയാറില്ലല്ലോ, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മർക്കസ് ദേവയിൽ പ്രിന്റ് ചെയ്ത ഖുർആൻ കൊണ്ടുപോകണം നിങ്ങളൊക്കെ. നിങ്ങളെവിടെയാ? നിങ്ങളെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ വാങ്ങിയ മുസാഫില്ല, ആ മുസാഫ് ഓതിയാൽ മതി, അതിൻ്റെ അർത്ഥം പഠിച്ചാലും മതി, അത് മനസ്സിലാക്കിയാലും മതി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ സംഘടന എന്നത് ദീനീ പ്രവർത്തനത്തിനുള്ള ഒരു മാർഗമായി നമുക്ക് ബോധ്യപ്പെടും. അതിന് ഗുണവും ഉണ്ടാകും. നമ്മുടെ കുട്ടികളൊക്കെ ഈ സംഘടനയുമായി ബന്ധിപ്പിക്കണം. നമ്മുടെ സ്ത്രീകളൊക്കെ നമ്മുടെ സംഘടനയിൽ വരണം. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എന്തിനാണെന്നറിയോ? എന്നാലേ ഈ സംഘടനയിൽ ദീനീ പ്രവർത്തനത്തിന് ആവശ്യമായ ശക്തി ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ വീട്ടിലെ വാപ്പ വലിയൊരു ഇസ്ലാഹി പ്രവർത്തകർ, അവിടുത്തെ ഉമ്മക്ക് യാതൊരു താല്പര്യമില്ല. ഇയാളെന്ത് ഈ സമയം മുഴുവൻ മുജാഹിദാണ്, ഇസ്ലാഹി എന്ന് പറഞ്ഞ ആൾക്ക്, അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ചില നല്ല കുട്ടികളുണ്ട്, MSM ആണ്, MGM ആണ്, സ്റ്റുഡൻസ് വിങ് ആണെന്ന്. വാപ്പക്കും ഉമ്മക്കും അത് കണ്ടുകൂടെ. ഇവൻ എന്തിനാ ഇതിന് പോണ? ട്യൂഷനും പോയില്ല, ഇതില്ല, അതൊക്കെ MSM. അങ്ങനെയാണ് ആ മക്കൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു കുടുംബം, ആ കുടുംബം ഒരു യൂണിറ്റ് ആയിക്കൊണ്ട് ദീനിന്റെ ഒരു പരിച്ഛേദമായി നിൽക്കണം. കുട്ടികളൊക്കെ നമ്മുടെ സംഘടനയിൽ വേണം, യുവാക്കളൊക്കെ നമ്മുടെ സംഘടനയിൽ വേണം, നമ്മുടെ വനിതകൾ വേണം, മുതിർന്ന പുരുഷന്മാർ വേണം, എല്ലാവരും വേണം. ഇതൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇതൊക്കെ ആനന്ദകരമല്ലേ? ഇപ്പൊ ഇന്ന് ഇവിടേക്ക് വരുന്ന ഒരു വണ്ടി, എൻ്റെ നാട്ടിൽ നിന്ന് വന്ന വണ്ടി 1 മണിയാവുമ്പോഴും ഇവിടെ എത്തിയില്ലേ, ഇതിലൊക്കെ പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു ടൂറായില്ലേ? നാട്ടിലുള്ള എല്ലാ ആൾക്കാരും, സ്ത്രീകളും പുരുഷന്മാരും മക്കളെല്ലാം കൂടി, അതും ഒരു ഉപകാരമാണ്. പണ്ടൊരിക്കൽ AP അബ്ദുൽ ഖാദർ മൗലവിയോട് ഈ പിലാത്തറ സമ്മേളന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു, മൗലവി, നമ്മൾ ഈ സദസ്സിൽ ആരും ഇരിക്കുന്നില്ല, കുറേ ആളാണ് സാധനം വാങ്ങാണ്, കുറേ ആളവിടെ വർത്താനം പറയാണ്, കുറേ ആളിവിടെ കുശലം പറയാണെന്നൊക്കെ. മൗലവി പറഞ്ഞു, ഇതെല്ലാം കൂടിയാണ് മുജാഹിദ് സമ്മേളനം. എന്നോ കണ്ട ആളുകൾ തമ്മിൽ കാണാൻ, ചില സാധനങ്ങൾ മേടിക്കാൻ, പ്രസംഗം കേൾക്കാൻ, ഇതെല്ലാം കൂടിയാണ്. അല്ല പിന്നെ പള്ളി ജുമാ ഖുത്ബയിൽ വിഷയം കൊടുത്താൽ പോരെ? മുജാഹിദ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം മൗലവിമാർക്ക് അയച്ചു കൊടുത്ത ഒരു ഖുത്ബയെ പറഞ്ഞ ആ വിവരം കിട്ടൂലേ? അപ്പൊ ഇതെല്ലാം കൂടിയാണ് സമ്മേളനം. ഈ ടൂർ സമ്മേളനമാണ്, ഇവിടെ ഒരുമിച്ച് അല്ല ഒരു നമ്മുടെ പ്രവർത്തനമാണ്, ഇവിടെ ഒരുമിച്ച് കൂടൽ ഇതെല്ലാം കൂടി ആകുമ്പോഴേ നോക്കൂ, ആനന്ദകരമായ ഒരു ജീവിതം ഉണ്ടാവും. നമുക്ക് കാണാൻ കൊതി തോന്നും.
നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ഏറ്റെടുക്കും, നമ്മുടെ സ്ത്രീകൾ ഇതിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ടീമായി നിൽക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഖുർആനിൻ്റെ പേരിലുള്ള ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. കാസർഗോഡിന്റെ നവോത്ഥാന ചരിത്രം വീണ്ടും ഓർമ്മിപ്പിച്ച് ഖുർആൻ ആശയപ്രപഞ്ചത്തിന്റെ അനശ്വര ദീപ്തിയും ഖുർആൻ ഗവേഷണത്തിൽ മൗലിക നിരാസം നിർവഹിച്ച് ഖുർആനിനെ തകർക്കുന്ന ഇസ്ലാം വിമർശനവാദികളുടെ അജണ്ടയിൽ ജാഗ്രത പാലിക്കണമെന്ന് ഉണർത്തി നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഉദ്ധാന സ്വപ്നങ്ങൾ പങ്കുവച്ച് ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിന് നന്ദി അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഭീകരതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ ജനകീയ കൂട്ടായ്മ കണ്ണൂർ ചേംബർ ഹാളിൽ ഒക്ടോബർ 23 വെള്ളിയാഴ്ച വൈകുന്നേരം ഡോക്ടർ ഹുസൈൻ മടവൂർ, എം സലാഹുദ്ദീൻ മദനി, ഇസ്മായിൽ കരിയാട് എന്നിവർ സംസാരിക്കുന്നു. സമാപന സമ്മേളനത്തിൽ ആശംസാ ഭാഷണം നിർവഹിക്കാൻ ISM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അബൂബക്കർ സിദ്ദീഖ് അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമാപന സമ്മേളന വേദിയിൽ സമാപന പ്രഭാഷണം നിർവഹിക്കാൻ ഇസ്ലാഹി ആദർശ പ്രതിരോധ നിരയിലെ മുന്നണി പോരാളിയും ആദർശ പ്രബോധന പ്രതിരോധ നിരയിലെ സജീവ സാന്നിധ്യവുമായ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കലിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ മാ ബഅദു. സ്നേഹാദരരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇനിയും സുദീർഘമായി സംസാരിക്കുന്നത് ഒട്ടും ഉചിതമല്ലെന്നറിയാം. രാത്രി 3 മണിക്കും 2 മണിക്കും 12 മണിക്കുമൊക്കെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ നേരത്തെ എത്തിച്ചേർന്നത് നേരത്തെ പിരിഞ്ഞു പോകുമെന്ന പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് അതിന് തടസ്സം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സമാപന ഭാഷണം എന്ന നിലക്ക് ഒന്നും പറയാതെ പോകുന്നത് അനുചിതമാകുമെന്നത് കൊണ്ട് മാത്രം ഏതാനും വാക്കുകൾ കുറിച്ചു വെക്കുകയാണ്. കാസർഗോഡ് പ്രദേശം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യാസത്യ വിവേചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ഈ പ്രദേശം പരിചയപ്പെടാൻ അവസരം കിട്ടിയത്. 2002 സംഘടനാ രംഗത്തെ ഒരു സത്യാസത്യ വിവേചന കാലമാണ് ഞാനിവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അന്നത്തെ ചില ശ്രമങ്ങൾ അന്ന് അല്പമൊക്കെ അനിഷ്ടകരമായി ചിലർക്കെങ്കിലും തോന്നിയെങ്കിലും അത് തീർത്തും യാഥാർത്ഥ്യ ബോധത്തോടെ മാർഗവും ലക്ഷ്യവും തെറ്റാത്ത പോരാട്ടമായിരുന്നു എന്ന് പുതിയ കാലത്ത് ഈ നാട്ടുകാർ വരെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു മഹാസംഗമത്തിൽ സംബന്ധിക്കുവാനുള്ള അവസരം എന്തുകൊണ്ടും സന്തോഷകരമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേക പഠന കാലഘട്ടത്തിൻ്റെ 20ാമത്തെ വാർഷികമാണ് ഇവിടെ സമാപിക്കുന്നത്. അത് ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വലിയ ദൗത്യത്തിൻ്റെ, വലിയ പരിശ്രമത്തിൻ്റെ അനന്തരഫലമായി നമ്മളിവിടെ എത്തി നിൽക്കുകയാണ്. ഇവിടെ തന്നെ നമ്മൾ ചില പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഓരോന്നും വളർന്ന് വലുതായി വരുമ്പോൾ പുതിയതിലേക്ക് പോകേണ്ടി വരുന്നു എന്ന സൂചനയാണ്. ഒരു നല്ല മരം, ഒരു മാവ് ഇങ്ങനെ തളിർത്ത് വരുമ്പോൾ അതിൻ്റെ കമ്പും ചില്ലയും ഒന്നും കാണാത്ത വിധം അതിലിങ്ങനെ ഇലകളിങ്ങനെ നിറഞ്ഞ് നിബിഡമായി നിൽക്കും. പക്ഷെ നന്നായി സൂര്യനുദിച്ചാൽ, വെയിൽ കൊണ്ടാൽ ഇലകളിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. കൊഴിഞ്ഞു കൊഴിഞ്ഞ് അവസാനം ബാക്കി വരുന്നത് ഓരോ ചില്ലകളിലും 3-4 ഇലകൾ മാത്രമാണ്. ഏതാണ്ട് ഖുർആൻ പഠന സംരംഭങ്ങൾക്കൊക്കെ ഈ ഒരു അവസ്ഥ പലയിടത്തും വന്നിട്ടുണ്ടോ എന്നത് നമുക്ക് ബോധ്യപ്പെട്ടൊരു സംഗതിയാണ്. ഒരു ഖുർആൻ ലേണിംഗ് സ്കൂൾ തുടങ്ങുമ്പോൾ ഒരു 100 പേരെങ്കിലും ഉണ്ടാകുന്നിടത്ത് 4-5 വർഷം കഴിയുമ്പോഴേക്ക് അത് 5 പേരിലേക്ക് 8 പേരിലേക്ക് ചുരുങ്ങിയത് ബാക്കിയുള്ള 92 പേരും മരിച്ചുപോയത് കൊണ്ടല്ല നമുക്കറിയാം. വെയിലേൽക്കുമ്പോഴേക്ക് വാടി വീഴുന്ന ഇലകളായി മാറുന്ന പഠിതാക്കൾ എന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഖുർആൻ പഠനത്തിൻ്റെ ആ പൗരാണികമായ അല്ലെങ്കിൽ പാരമ്പര്യമായിരിക്കുന്ന
പഠന ശൈലിയിൽ നിന്ന് മാറി ചിന്തിക്കണമെന്ന് ഇവിടെയുള്ള പഠിതാക്കൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് എന്നത് ചേർത്ത് വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആദ്യാക്ഷരങ്ങൾ നമുക്ക് എത്തിച്ചെന്നിരിക്കുന്ന, അതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നത് അനാഥനായിട്ടാണ്. അനാഥത്വത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കുമിടയിൽ അക്ഷരങ്ങൾ അറിയാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല. അക്ഷരജ്ഞാനമില്ലാതെ എഴുതുവാനും വായിക്കുവാനും സാധിക്കാതെ വളർന്നു വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതകരമായിരിക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ പഠിതാവും അധ്യാപകനുമായി മാറിയെങ്കിൽ അവിടെ ഒരു വലിയ സന്ദേശം അത് നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പടച്ച റബ്ബിന്റെ വേദഗ്രന്ഥമാണ്. അവൻ മനുഷ്യർക്ക് മാർഗദർശനമായി നൽകിയതാണ്. ഹുദൽ ലിന്നാസ്. അതൊരു പ്രത്യേക കാലഘട്ടത്തിലെ